ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവർ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവർ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. വാതിൽക്കൽ വന്നിഞ്ഞു മുട്ടിയിടുന്ന, ആശ്വാസമരുളാൻ വന്നിടുന്ന, വാതിൽക്കൽ വന്നിഞ്ഞു മുട്ടിയിടുന്ന, ആശ്വാസമരുളാൻ വന്നിടുന്ന, പരമപിതാവിന്റെ സ്വരം നീ ഇന്നു ശ്രവിച്ചിടുമോ, പരമപിതാവിന്റെ ഇമ്പസ്വരം നീ ഇന്നു ശ്രവിച്ചിടുമോ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചു.
മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളാണല്ലോ നാം വായിച്ചു കേട്ടത്. കർത്താവ് രണ്ട് വിധ ആളുകളോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരണം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതാരൊക്കെയാണ് ഈ രണ്ട് വിഭാഗത്തിലുള്ള ആളുകൾ? ഒന്ന് അധ്വാനിക്കുന്നവർ, രണ്ട് ഭാരം ചുമക്കുന്നവർ. അധ്വാനിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ പ്രയാസകരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി അത്യധ്വാനം ചെയ്യുന്ന ആളുകളെ നമ്മുടെ ചുറ്റുപാടുകളിൽ ധാരാളം കാണുവാൻ സാധിക്കും. നാം ഒക്കെ അധ്വാനിക്കുന്നവരാണ്, അധ്വാനിച്ച് നമ്മുടെ കുടുംബത്തെ പുലർത്തുന്നവരാണ്. അത്യധ്വാനം ചെയ്ത് കുടുംബത്തെ പുലർത്തുന്ന ധാരാളം പേരെ നമുക്ക് കാണുവാൻ കഴിയും. വളരെ റിസ്ക് ഏറിയതായ ജോലി, വളരെ കഠിനതരമായ ജോലി, വളരെയധികം സാഹസികമായ ജോലി, ജീവൻ പണയം വെച്ച് ചെയ്യുന്നതായ ജോലി, അങ്ങനെയൊക്കെ ചെയ്ത് കുടുംബത്തെ പുലർത്തുന്ന ധാരാളം ആളുകളുണ്ട്. ഇങ്ങനെ വളരെ റിസ്ക്കുള്ള ജോലികൾ ചെയ്യുന്ന ധാരാളം ആളുകളുടെ ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ വലിയ ബഹുനില മന്ദിരങ്ങളുടെ വശങ്ങളിൽ കയറ് കെട്ടിയുണ്ടാക്കിയ ചെറിയ പ്ലാറ്റ്ഫോമിൽ തൂങ്ങി നിന്നുകൊണ്ട് ആ കെട്ടിടങ്ങൾക്ക് പെയിൻറ്റിങ് വർക്ക് ചെയ്യുന്നവർ, വെൽഡിംഗ് വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ ധാരാളം റിസ്ക്കുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്. അവരുടെ ചുവടുകൾ ഒന്ന് പിഴച്ചാൽ, അല്ലെങ്കിൽ അവർ നിൽക്കുന്നതായ പ്ലാറ്റ്ഫോമിൻ്റെ ചരട് ഒന്ന് പൊട്ടിപ്പോയാൽ പിന്നീട് അവരുടെ ശവശരീരങ്ങൾ പോലും കൃത്യമായ രൂപത്തിൽ കിട്ടുകയില്ല, അതുപോലെ ഛിന്ന ഭിന്നമായി പോകാം. അങ്ങനെ ഏറ്റവും റിസ്ക് ഏറിയതായ ജോലികൾ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഖനികളിലെ ജോലികൾ ചെയ്യുന്നവരോ, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ജോലികൾ ചെയ്യുന്നവരോ, വലിയ വലിയ മെഷീനുകൾ പ്രവർത്തിപ്പിക്കുന്നവരോ, അങ്ങനെ ധാരാളം സാഹസികമായ അപകടകരമായ ജോലികൾ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത്? പണം സമ്പാദിക്കുന്നതിന് വേണ്ടി, കുടുംബത്തെ നയിക്കുന്നതിന് വേണ്ടി, കുടുംബത്തിൻ്റെ ആവശ്യങ്ങളുടെ മുഖത്ത് നാം അധ്വാനിക്കുന്നു. പലപ്പോഴും നമ്മുടെ അധ്വാനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ പത്രോസ് കർത്താവിനോട് പറയുകയാണ്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അങ്ങനെ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ ഇരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലും നാം ഇതേപോലെ തന്നെ വായിക്കുന്നുണ്ട്. രാത്രി മുഴുവനും മീൻപിടുത്തത്തിന് പോയ പത്രോസും കൂടെയുള്ളവരും രാവിലെ സമയമായപ്പോൾ കർത്താവ് അവരോട് ചോദിക്കുന്നു, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഒന്നുമില്ല എന്നുള്ള മറുപടിയാണ് അവരിൽ നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ ദീർഘസമയം അധ്വാനിച്ചിട്ടും, വളരെ റിസ്ക്കേറിയതായ ജോലികൾ ചെയ്തിട്ടും, കഠിനതരമായ ജോലികൾ ചെയ്തിട്ടും ഇതുവരെ അധ്വാനിച്ചതിൻ്റെ ഫലമായി ഒന്നുമില്ല എന്നു മാത്രം പറയുവാൻ കഴിയുന്ന ധാരാളം ആളുകൾ, നിരാശാജനകമായ അവരുടെ മറുപടി നാം ചിന്തിക്കേണ്ടുന്നതായിട്ടുള്ള കാര്യമാണ്. പ്രിയമുള്ളവരെ, എത്രയോ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. നാളിതുവരെ അത്യധ്വാനം ചെയ്തു, പക്ഷേ ഒന്നുമില്ല എന്നുള്ള നിരാശയുടെ മറുപടി മാത്രം പറയുവാൻ സാധിക്കുന്ന എത്രയോ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാട്ടെ. കഴിഞ്ഞ നാളുകളൊക്കെ നാം അത്യധ്വാനം ചെയ്തു, പക്ഷേ നമുക്കെന്ത് ആശ്വാസമുണ്ട്? ആശ്വസിക്കുവാൻ വകയുണ്ടോ? ജീവിതത്തിലെ കഠിനതരമായ അനുഭവങ്ങളിലൂടെ നാം കടന്നുപോയപ്പോൾ, പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നാം അത്യധ്വാനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ഒരുപാട് വിയർപ്പൊഴുക്കി അത്യധ്വാനം ചെയ്തു, പക്ഷേ ഒന്നുമില്ല എന്നുള്ളതായ മറുപടി മാത്രം പറയുവാൻ കഴിയുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവവചനം അവരോട് പറയുകയാണ്, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കർത്താവിന് സാധിക്കും. ഇനി മറ്റൊരു കൂട്ടരുണ്ട്. അത് 39-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെയുള്ള ആളുകളാണ്. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുകയാണ്, ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കും എന്നറിയുന്നില്ല. വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, ഇതെല്ലാം സമ്പാദിച്ചു കൂട്ടി വലിയ സമ്പാദ്യത്തിൻ്റെ ഉടമകളായി മാറുകയാണ്. ഏക്കർ കണക്കിന് തോട്ടങ്ങളും വലിയ മണിമന്ദിരങ്ങളും മാളികകളും ഒക്കെ സ്വന്തമാക്കിയിട്ടുള്ളവരുണ്ട്. വലിയ ധനാഢ്യന്മാരായിട്ടുള്ളവരുണ്ട്. ദൈവവചനം പറയുന്നത് വ്യർത്ഥമായി പരിശ്രമിക്കുകയാണ്, ഇതാരനുഭവിക്കും എന്ന് യാതൊരു നിശ്ചയവുമില്ലാത്ത ജീവിതത്തിൻ്റെ ഉടമകളാണ് എന്നുള്ളത് മനസ്സിലാക്കാതെയുള്ള അത്യധ്വാനങ്ങൾ. ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു,
എത്രയോ ആളുകൾ ജോലി ചെയ്ത് വളരെയധികം പണം സമ്പാദിച്ച് സ്വരൂപിച്ചു വെച്ച് എല്ലാം ഒരുമിച്ച് കൂട്ടിവെക്കുന്നു, മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുകയാണ്. പക്ഷേ അനുഭവിക്കേണ്ടുന്ന സമയമാകുമ്പോൾ മക്കൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോവുക. എത്രയോ സങ്കടകരമായ ഒരു കാര്യമാണത്. ഒരുപാട് പേരുടെ ചിത്രങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇത്തരണത്തിൽ കടന്നു വരികയാണ്. ഒരു മനുഷ്യൻ, എൻ്റെ വളരെ ചെറുപ്പകാലത്ത് ഞാൻ അറിയുന്നതായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ധാരാളം സമ്പാദിച്ചു വെച്ചു. ഒരു വലിയ ബിസിനസ്മാനായിരുന്നു. ഇഷ്ടം പോലെ പണം സമ്പാദിച്ചു വെച്ചു. പണം ധാരാളം ഉണ്ടായിരുന്നുവെങ്കിലും ആ പണത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആർത്തി ഒരിക്കലും കുറഞ്ഞിരുന്നില്ല. ഒരു നല്ല ബിസിനസ്മാനായിരുന്നു. ജോലിക്കാലത്തും അതിനുശേഷം ബിസിനസ്സിലൂടെയും ധാരാളം പണം അദ്ദേഹം സമ്പാദിച്ചു വെച്ചു. മകന് വേണ്ടി സമ്പാദിച്ചതാണ്. പക്ഷേ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഒരു ദിവസം മകൻ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചുപോയി. അതോടുകൂടെ അദ്ദേഹത്തിൻ്റെ സ്വത്തും സമ്പാദ്യങ്ങളും എല്ലാം മറ്റൊരാൾ അനുഭവിക്കുവാനായിട്ടിടയായി തീർന്നു. ഇങ്ങനെ എത്രയോ സമാനമായ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ സംഭവിക്കാറുണ്ട്. വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, ആരനുഭവിക്കും എന്നറിയുന്നില്ല എന്ന് ദൈവവചനം പറയുകയാണ്. അങ്ങനെ വ്യർത്ഥമായി പരിശ്രമിച്ച് പണം സമ്പാദിച്ചു വെക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. ദൈവവചനം പറയുകയാണ്, ആദ്യമായി നിങ്ങളുടെ സമ്പാദ്യത്തെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകണം. നിങ്ങൾ അധ്വാനിക്കുന്നതിനെപ്പറ്റി നിങ്ങൾക്ക് നല്ലൊരു ബോധ്യമുണ്ടാകണം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലും യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലും പറയുന്നതായ കാര്യങ്ങൾ വളരെ ചിന്തനീയമായ കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അവർ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ ഇരുന്നത്? രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ ഇരിക്കുന്നതായ ഒരു സാഹചര്യം. എന്നാൽ കർത്താവിൻ്റെ വാക്കുകൾക്ക് അനുസൃതമായി അവർ വല വീശിയപ്പോൾ അവരുടെ പടകുകൾ നിറയ്ക്കുവാൻ തക്കവണ്ണമുള്ള പെരുത്ത മീൻകൂട്ടം ആ വലയിൽ അകപ്പെട്ടു എന്നാണ് നാം കാണുന്നത്. കർത്താവിൻ്റെ വാക്കുകൾ അനുസരിച്ച് നാം പോകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുവാൻ കർത്താവിന് സാധിക്കും. നമ്മുടെ ജീവിതത്തിന് സന്തോഷം നൽകുവാൻ, ആശ്വാസം നൽകുവാൻ, ധൈര്യം നൽകുവാൻ കർത്താവിന് സാധിക്കും. അതുകൊണ്ട് നാം കർത്താവിൻ്റെ അരികിലേക്ക് വരേണ്ടുന്നത് ആവശ്യമാണ്. 39-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നതായ ആ വ്യർത്ഥമായി പരിശ്രമിക്കുന്നവരും എന്താണ് ചെയ്യേണ്ടുന്നത്? തങ്ങളുടെ പരിശ്രമത്തെ സംബന്ധിച്ച് നന്നായി മനസ്സിലാക്കുകയും കർത്താവിൻ്റെ അരികിലേക്ക് വന്ന് ആശ്വാസം പ്രാപിച്ച് ദൈവവചനത്തിന് അനുസരണമായി അവരുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുകയും ചെയ്യണം എന്ന് ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് രാവിലെ അധ്വാനിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവിൻ്റെ അരികിലേക്ക് വരുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ചെയ്യുന്നതായ ഏത് കഠിനതരമായ ജോലികളുടെ മധ്യത്തിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരുവനുണ്ട്. അവൻ നിങ്ങളുടെ അരികിലേക്ക് വരികയും നിങ്ങളെ തലോടി നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ മുഴുവനും മാറ്റിത്തരുന്ന, നിങ്ങളെ സന്തോഷചിത്തരാക്കുന്ന ഒരുവനുണ്ട്. ആ കർത്താവിൻ്റെ അരികിലേക്ക് വന്ന് ആശ്വാസം പ്രാപിക്കുവാൻ ഇന്ന് രാവിലെ നമുക്ക് ഇടയായിത്തീരട്ടെ. രണ്ടാമത്, ഭാരം ചുമക്കുന്നവരാണ്. ജീവിത ഭാരം ചുമക്കുന്ന ധാരാളം ആളുകൾ. പലരും ജീവിതത്തെ ആസ്വദിക്കുന്നവരായിട്ടുണ്ട്. അവർ എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ജീവിതത്തിൻ്റെ ഭാരം ചുമക്കുന്ന ഒരുപാട് പേര്, കഠിനതരമായ ഭാരമായി അനുഭവപ്പെടുന്നവർ. പഴയ കാലത്ത് വാഹനങ്ങളില്ലാതിരുന്ന സമയത്ത് ചുമട് താങ്ങികൾ ഉണ്ടായിരുന്നു. ആളുകളൊക്കെ തലച്ചുമടായിട്ടാണ് ഈ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ തലച്ചുമടായി ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇടയ്ക്ക് ഈ ഭാരം ഒന്ന് ഇറക്കി വയ്ക്കുന്നതിന് വേണ്ടി വലിയ ചുമട് താങ്ങികൾ അവിടെ ഇവിടങ്ങളിലായിട്ടുണ്ടായിരുന്നു. കരിങ്കല്ല് കീറിയെടുത്ത 2 തൂണുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു കരിങ്കൽ പാളിയിൽ നമുക്ക് ഈ ചുമടുകൾ ഇറക്കി വയ്ക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. അങ്ങനെ ദീർഘസമയം ഈ തലച്ചുമടായി കൊണ്ടുവന്ന ഈ ഭാരം അല്പസമയം ഒന്ന് ഇറക്കി വയ്ക്കുമ്പോൾ ഒരു വലിയ ആശ്വാസമാണ് ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത ഭാര ചുമട് പലപ്പോഴും ഒന്ന് ഇറക്കി വയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് വലിയൊരാശ്വാസമാണ്. പക്ഷേ എവിടെ എന്നുള്ളതായ ചോദ്യം നമ്മുടെ മുൻപാകെ നിൽക്കുന്നു. എവിടെ ഈ ഭാരം ഒന്ന് ഇറക്കി വയ്ക്കുവാൻ നമുക്ക് സാധിക്കും? ദൈവവചനം നമ്മോട് പറയുകയാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നമ്മുടെ ജീവിത ഭാര ചുമട് എവിടെയാണ് ഒന്ന് ഇറക്കി വെച്ച് ആശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്? ഒരുപക്ഷെ നമ്മെ ഒന്ന് സഹായിക്കുവാനോ നമ്മെ ആശ്വസിപ്പിക്കുവാനോ നമ്മുടെ ജീവിത ഭാര ചുമട് നമുക്ക് വേണ്ടി ഒന്ന് തോളിൽ ഏറ്റുവാനോ നമ്മെ ഒന്ന് സഹായിക്കുവാനോ ഒന്നും ആരുമില്ലെന്ന് വരാം. പക്ഷേ ദൈവവചനം നമ്മോട് പറയുകയാണ്, നിന്റെ ജീവിത ഭാര ചുമടുണ്ടല്ലോ, കഠിനമായ ആ ഭാരമേറിയ ആ ചുമട്
നിനക്കൊന്ന് ഇറക്കി വയ്ക്കുവാനൊരിടമുണ്ട്, അത് വലിയവനായ ദൈവമാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കുവാൻ അവിടുന്ന് നിന്നോട് ആവശ്യപ്പെടുകയാണ്. ഈ ഭാരം വഹിച്ചുകൊണ്ട് കാലെല്ലാം വേച്ച് ഇങ്ങനെ വല്ലാതെ തളർന്ന് മുൻപോട്ട് പോകുവാനായിട്ടല്ല ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. ജീവിതം ഒരു വലിയ ഭാരമായി മാറുമ്പോൾ, ആശ്വാസത്തിനുള്ള വക ഒന്നും കാണാതെ ഇരിക്കുമ്പോൾ, ഈ വലിയ ജീവിത ഭാര ചുമടുമായി കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരേ ഒരിടം കർത്താവിൻ്റെ സന്നിധി മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലാം. നിങ്ങൾ ഏതെങ്കിലും നിലയിൽ അധ്വാനിക്കുന്നവരോ ഭാരം ചുമക്കുന്നവരോ ആണെങ്കിൽ കർത്താവിൻ്റെ അരികിലേക്ക് ചെന്നാട്ട് നമ്മെ ദിവ്യമായ ആശ്വാസം നൽകി സഹായിക്കുന്ന ഒരേ ഒരുവൻ കർത്താവ് മാത്രമാണ്. നിങ്ങളുടെ അത്യധ്വാനത്തിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ അവിടുന്നാണ്. നിങ്ങൾ ഭാരം ചുമന്ന് തളരുമ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ അവിടുന്നാണ്. ആ ദിവ്യമായ ആശ്വാസം പ്രാപിക്കുവാൻ ഇന്നത്തെ ദിവസം കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരം എത്രമാത്രം വലുതായിരുന്നാലും, നാം എത്രമാത്രം അത്യധ്വാനം ചെയ്ത് തളർന്ന് അവശരായി തീർന്നാലും കർത്താവിൻ്റെ അരികിൽ നമുക്ക് ആശ്വാസമുണ്ട്. ആ കർത്താവിൻ്റെ അരികിലേക്ക് ഇന്ന് രാവിലെ ചെല്ലാം. കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിനായി, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ പല നിലകളിൽ അത്യധ്വാനം ചെയ്യുന്നവരാണ്. പലപ്പോഴും ഞങ്ങളുടെ അധ്വാനങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാതെ പോകുന്നു. അത്യധ്വാനം ചെയ്തിട്ടും ഒന്നും കയ്യിലില്ല എന്നുള്ളതായ നിലയിൽ പലപ്പോഴും ഞങ്ങളായി പോകുന്നു. കർത്താവെ, ആശ്വാസം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ജീവിത ഭാര ചുമടുമായി പോകുന്ന ധാരാളം പേരുണ്ടല്ലോ കർത്താവ്. ഇന്ന് രാവിലെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരികയാണ്. ഞങ്ങളുടെ ജീവിത ഭാര ചുമടിനെ അല്പസമയത്തേക്കൊന്ന് താങ്ങി ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, ഞങ്ങളുടെ ഭാരത്തെ ലഘൂകരിച്ചു തരുവാൻ, ഞങ്ങളെ സഹായിക്കുവാൻ അവിടുത്തേക്ക് കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇന്ന് രാവിലെ അങ്ങനെയുള്ള എല്ലാവരെയും അവിടുന്ന് സഹായിച്ചാട്ടെ, ആശ്വസിപ്പിച്ചാട്ടെ, ധൈര്യപ്പെടുത്തിയാട്ടെ. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആശ്വാസം അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ്, ഇന്ന് രാവിലെ അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനായി സ്തോത്രം. അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവമാകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്നുള്ളതായ ദിവ്യമായ ആശ്വാസം പ്രാപിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒന്നുകൊണ്ടും പതറിപ്പോകുവാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.